ആണോ മക്കളെ? നമ്മൾ സർക്കുലർ മോഷൻ്റെ എൻഡ് സെക്ഷനാണ്. ഓക്കെ, ഇത് കഴിയുമ്പോൾ നമുക്കിനി അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കണം. ഇതിൻ്റെ എൻഡാണ് സർക്കുലർ മോഷൻ എൻഡ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓർമ്മയുണ്ടോ, സർക്കുലർ മോഷനിൽ ടാൻജൻഷ്യൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആ ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് there is a special type of acceleration known as centripetal acceleration. അല്ലേ, ഓർമ്മയില്ലേ? അതിൻ്റെ ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു, v²/r അല്ലെങ്കിൽ r⍵² എന്നൊക്കെ പഠിച്ചിരുന്നു അല്ലേ? അതെങ്ങനെയാണ് എത്തിയെന്ന് ഡിറൈവ് ചെയ്യാൻ പോകും. ഓക്കെ, നോക്കല്ലേ? അപ്പം എന്താ സംഭവം? സർക്കുലർ മോഷനാണ്, യൂണിഫോം സർക്കുലർ മോഷൻ. ഒരു സർക്കുലർ മോഷനാണ്. എപ്പോഴും ഒരിക്കൽ ബോഡി ഇവിടെയായിരുന്നു, എ എന്ന പോയിന്റിൽ നിന്ന് റെഡി ഒരു ടി സമയം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഡെൽറ്റ ടി സമയം കഴിഞ്ഞപ്പോൾ ബി എന്ന പോയിന്റിലെത്തി. കുഴപ്പമില്ലല്ലോ. ആദ്യത്തെ വെലോസിറ്റി എ എന്ന സ്ഥലത്തെ വെലോസിറ്റി ലെറ്റ് ഇറ്റ് ബി വി. എന്നിട്ട് ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടായി. ബി എന്ന പോയിന്റിൽ എത്തിയപ്പോഴുള്ള വെലോസിറ്റി വി പ്ലസ് ഡെൽറ്റ വി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സാറേ വെലോസിറ്റി മാറുക, വെലോസിറ്റീൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല, ഡയറക്ഷൻ മാത്രമേ മാറുന്നുള്ളൂ. അങ്ങനെ ഡയറക്ഷൻ മാറിയ ആ പുതിയ വാല്യൂ ഓഫ് വെലോസിറ്റിയാണ് വി പ്ലസ് ഡി വി. ഓക്കെ, അത്രയേ ഉള്ളൂ, വി പ്ലസ് ഡി വി ഓർ വി പ്ലസ് ഡെൽറ്റ വി. നമുക്കിതിനെ പാരലലി നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് നോക്കിയാൽ അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൻ കവർ ചെയ്ത ആംഗിളാണ് ഡെൽറ്റ തീറ്റ. നമ്മൾ പാരലലി ഈ വെക്ടറിനെയും പാരലലി ഷിഫ്റ്റ് ചെയ്താൽ ഇതാണെന്ത്, ഇതിങ്ങോട്ടേക്ക് പാരലലി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇതാണ് വി. ശരി, ഇതിനിങ്ങോട്ടേക്ക് ഇതിനിങ്ങനെ പാരലലി ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ കൊള്ളിച്ചാൽ ഇതാണെന്ത്, വി പ്ലസ് ഡെൽറ്റ വി. ശരിയല്ലേ? ഈ ആംഗിളാണെന്ത്, അപ്പോൾ ഈ വി പ്ലസ് ഡെൽറ്റ വി ഇതാണ്. അപ്പം ഞാൻ ഇതാരായിരിക്കും, ഇത് വി പ്ലസ് ഡെൽറ്റ വി കിട്ടണമെങ്കിൽ വി പ്ലസ് ഡെൽറ്റ വി, ഇത് ഡെൽറ്റ വി ആയിരിക്കണ്ടേ? നോക്കൂ, ടു വെക്ടേഴ്സ് ഇൻ ഓർഡർ അല്ല, അതിൻ്റെ സമ്മല്ലേ ഇത് തേർഡ് വെക്ടർ ഇൻ ദ തേർഡ് സൈഡ് ഇൻ ദ റിവേഴ്സ് ഓർഡർ. അപ്പോൾ ഇത് വിയും ഇത് ഡെൽറ്റ വി ആകുമ്പോഴാണ് ഇത് വി പ്ലസ് ഡെൽറ്റ വി വരിക. കറക്റ്റ്. അപ്പോൾ ഇതാണ് ഡെൽറ്റ വി. ഈ ആംഗിൾ ഡെൽറ്റ തീറ്റ ആണെങ്കിൽ ഇതെന്താണ്, ഡെൽറ്റ തീറ്റ. കണ്ടില്ലേ? ഈ ഡെൽറ്റ വിൻ്റെ ഡയറക്ഷൻ കണ്ടില്ലേ നിങ്ങൾ? ഡെൽറ്റ വിൻ്റെ ഡയറക്ഷൻ ഈസ് ടുവേർഡ്സ് ദി സെൻറ്റർ. ഡെൽറ്റ വി ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി സെൻറ്റർ. അതുകൊണ്ട് അതിന് ഡെൽറ്റ വി എന്താ, ഡെൽറ്റ വി ചേഞ്ച് ഓഫ് വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ. ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ഓഫ് വെലോസിറ്റിൻ്റെ ഡയറക്ഷനിലോട്ട്. മനസ്സിലാവുണ്ടോ? ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ എപ്പോഴും ചേഞ്ച് ഓഫ് വെലോസിറ്റിൻ്റെ ഡയറക്ഷനിലോട്ടാണ്. അപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കുക? ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? സെൻട്രലോട്ടാണ്. കാര്യം ഡെൽറ്റ വിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? സെൻട്രലോട്ടാണ്. അപ്പോൾ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ സെൻട്രലോട്ടായതുകൊണ്ട് അതിൻ്റെ പേരാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. അപ്പോൾ നമ്മൾ നോട്ട് എഴുതേണ്ട കാര്യങ്ങൾ, കൺസിഡർ എ ബോഡി ഫോളോയിങ് എ സർക്കുലർ ട്രാക്ക്. ലെറ്റ് എ ആൻഡ് ബി ആർ 2 points in a time interval delta t. Let delta theta is the angle covered within that time. V is the velocity at A and V plus delta V is the velocity at B. We can parallelly shift the velocity vector as shown in the figure. We can understand the change of velocity is towards the center. So acceleration
will also be towards the center. So we call this acceleration as centripetal acceleration. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ ചുവട്ടിൽ എഴുതി വെക്കേണ്ടത് അത്രയും കാര്യങ്ങളാണ്. മക്കൾക്ക് മനസ്സിലാവണ്ടേ? ഇനി നമുക്ക് ആ ഡെറിവേഷനിലേക്ക് എത്താം. ഫ്രം ഫിഗർ എന്താ നമ്മൾ പഠിച്ച ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് എന്നാ പഠിച്ചല്ലേ? അല്ലെങ്കിൽ ടാൻ തീറ്റ എടുക്കാം. ഓ ടാൻ ഡെൽറ്റ തീറ്റ ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? വി ഡെൽറ്റ തീറ്റ ഈക്വൽ ടു ഡെൽറ്റ വി. V delta theta equal to delta V, or delta V equal to V delta theta divided by delta t. അപ്പോൾ എന്താ കിട്ടുക? delta V by delta t equal to V delta theta by delta t. For very small, at the children, for a very small time interval, we can write limit delta t is tending to 0, delta v by delta t equal to limit delta t tending to 0, v delta theta by delta t. ശരിയല്ലേ? അപ്പോൾ അതെങ്ങനെ എഴുതും? ഇതെന്താ? ലിമിറ്റ് വി ഡെൽറ്റ വി ഡെൽറ്റ ടി ടെൻഡിങ് ടു 0 ഡി വി ബൈ ഡി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി, അതല്ലേ? ഡി വി ബൈ ഡി ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഡി തീറ്റ ബൈ ഡി ടി. സോ സിമ്പിൾ. ഡി വി ബൈ ഡി ടി is nothing but the acceleration, and we call it as centripetal acceleration. Why? Because change of velocity is towards the center. Velocity change is towards the center. Velocity change സെൻറ്ററിലേക്കാണെങ്കിൽ ആക്സലറേഷനും സെൻറ്ററിലോട്ടാണ്. കാരണം ആക്സലറേഷൻ്റെ ഡയറക്ഷൻ എപ്പോഴും വെലോസിറ്റി ചേഞ്ചിൻ്റെ ഡയറക്ഷനിലോട്ടാണ്. വി ഇൻറ്റു പറഞ്ഞ ഡി തീറ്റ ബൈ ഡി ടി ആരാ? ഒമേഗ. സോ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു വി ഒമേഗ. വി ഹാവ് ഒമേഗ ഈക്വൽ ടു വി ബൈ ആർ. പഠിച്ചല്ലേ? അപ്പോൾ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു വി ബൈ ആർ. ആർ റേഡിയസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ഓൾസോ എന്തു എഴുതാം? വി ഈക്വൽ ടു ആർ ഒമേഗ എന്ന് എഴുതാം അല്ലേ? അപ്പോൾ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ എങ്ങനെ വരും? ആർ ഒമേഗ ഇൻറ്റു ഒമേഗ എന്നാവും. That is also equal to what? R omega squared. R omega squared. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും എന്താണ്ടാവുക? സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഉണ്ടാവും. അതെങ്ങോട്ടാ? ടുവേർഡ്സ് ദി സെൻറ്റർ. എവിടുന്ന് ടുവേർഡ്സ് ദ സെൻറ്റർ? ഇവിടുന്ന് ടുവേർഡ്സ് ദ സെൻറ്റർ. ഇനി എവിടെ എത്തിയാൽ അറ്റ് എവറി പോയിന്റ് ഇറ്റ് വിൽ ബി ടുവേർഡ്സ് ദ സെൻറ്റർ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആർ ഒമേഗ. അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷനിൽ എന്താ സ്ഥിതി? യൂണിഫോം മോഷനിൽ സർക്കുലർ മോഷനിൽ റേഡിയസ് ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലേ? യൂണിഫോം സർക്കുലർ മോഷനിൽ ഒമേഗ ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആറും കോൺസ്റ്റന്റ് ആണ്, ഒമേഗയും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആർ ഒമേഗ സ്ക്വയർ ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷൻ അത് എഴുതി വെച്ചോളൂ. ഇനി യൂണിഫോം സർക്കുലർ മോഷൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ ഈസ് എ കോൺസ്റ്റന്റ്. It is always directed towards center. So its direction continuously changes. അപ്പോൾ നിങ്ങൾ മനസ്സിലൊരു ചോദ്യം വരും, അതെന്ത് വർത്താന ഭാഷ പറയണേ? എപ്പോഴും സെൻട്രലോട്ടാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഡയറക്ഷൻ മാറുന്നു എന്ന് പറയാം. എപ്പോഴും സെൻട്രലോട്ടാണ്, പക്ഷെ പല സ്ഥലങ്ങളിൽ നിന്നും അത് സെൻട്രലോട്ടാണ് അല്ലേ? ഇവിടുന്ന് സെൻട്രലോട്ട്, ഇവിടുന്ന് സെൻട്രലോട്ട്, ഇവിടുന്ന് സെൻട്രലോട്ട്, അങ്ങനെ പല സ്ഥലത്തുനിന്ന് സെൻട്രലോട്ടാവുമ്പോൾ ഡയറക്ഷൻ ഇങ്ങനെ മാറി മാറി വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി ആരോ പറഞ്ഞ പോലെ തീ ഇല്ലാണ്ട് പുകയുണ്ടാവില്ല എന്ന് പറയും പോലെ ആക്സിലറേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവണം. ആക്സിലറേഷൻ ഉണ്ടാകുന്ന കാരണക്കാരൻ്റെ പേരാണ് ഫോഴ്സ്. അപ്പോൾ ഇത് വെച്ചോളൂ,
the force responsible for centripetal acceleration is known as centripetal force. The force responsible for centripetal acceleration is known as centripetal force. Fc is equal to mac equal to mv square by r or also equal to mr omega squared. കാര്യം ac ക്ക് v square by r എന്ന് എഴുതാം, r omega square എന്ന് എഴുതാം. അതിന്റെ ചുവട്ടിൽ the centripetal force also act always towards the center. അതിന്റെ ചുവട്ടിൽ എഴുതുക special note, if a body is to follow a circular track, then it should be provided with centripetal force. Okay? ഇനി അടുത്തൊരു ചെറിയ ഹെഡിങ് എഴുതിയിരിക്കുക. ഹെഡിങ്ങിൽ ചെറിയ സബ് ഹെഡിങ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഇതിന് സ്യൂഡോ ഫോഴ്സ് എന്നൊരു പേരും കൂടിയുണ്ട്. നമുക്ക് നോക്കാം അതെന്താ സംഗതി കാര്യങ്ങൾ. നിങ്ങൾ മേരി ഗോ റൗണ്ടൊക്കെ കളിച്ചിട്ടില്ലേ? ഇങ്ങനെ വട്ടത്തിൽ ചുറ്റുന്ന സാധനമൊക്കെ പാർക്കിലൊക്കെ. ശരിക്കും വട്ടത്തിൽ ചുറ്റുമ്പോൾ നമ്മൾ സർക്കുലർ ട്രാക്കിലല്ലേ, നമ്മൾ സർക്കുലർ മോഷനിലല്ലേ അല്ലേ? നമ്മൾ സർക്കുലർ മോഷനിലാകണമെങ്കിൽ സെൻറ്ററിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കണ്ടേ? വേണ്ടേ? ശരി. അപ്പോൾ സെൻറ്ററിലേക്ക് സ്ഥിരമായി ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ സർക്കുലർ മോഷനിൽ നിലനിൽക്കുള്ളൂ അല്ലേ? പക്ഷേ അങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിച്ചെന്താ? നിങ്ങളാരോ അകത്തേക്ക് വലിക്കുന്നതാണോ അതോ നിങ്ങളിപ്പം പുറത്തേക്ക് തെറിച്ചു പോകുന്നതാണോ നിങ്ങൾക്ക് തോന്നിയത്? നിങ്ങൾ അകത്തേക്ക് വലിക്കുമ്പോൾ അല്ല നിങ്ങൾക്ക് തോന്നിയത്, നിങ്ങളിപ്പം പുറത്തേക്ക് തെറിച്ചു പോകുന്ന നിങ്ങൾക്ക് തോന്നിയത് അല്ലേ? അപ്പം നിങ്ങൾക്ക് പുറത്തേക്ക് തെറിച്ചു എന്ന് തോന്നിയോണ്ടാണ് നിങ്ങൾ അകത്തേക്ക് പിടിച്ചു വലിഞ്ഞ് നിൽക്കുന്നത്. നമ്മൾ ഈ ചന്തയിലൊക്കെ ചെല്ലുമ്പോൾ അതിനെന്താ പറയുക, ജയന്റ് വീലിൻ്റെ മേലെയൊക്കെ കയറിയിട്ട് നമ്മൾ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുക ചെയ്യുക, സീറ്റ് മേൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുക ചെയ്യുക. നമ്മളാരോ പുറത്തേക്ക് തള്ളും പോലെ നമുക്ക് തോന്നുക. വൈ? നമ്മൾ ആരാണ് അവിടെ? നമ്മൾ സർക്കുലേറ്റ് ചെയ്യുന്ന ബോഡിയാണ്. എന്താണ്? നമ്മൾ സർക്കുലേറ്റ് ചെയ്യുന്ന ബോഡിയാണ്. അപ്പൊ സർക്കുലേറ്റ് ചെയ്യുന്ന ബോഡിക്ക് അകത്ത്, എവിടെ? ഈ ഫ്രെയിമിൻ്റെ അകത്ത്, കറങ്ങുന്ന ഒരു സാധനത്തിൻ്റെ അകത്ത്. ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ബോഡി ഒരു കയറിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? കറക്കാണ്. അങ്ങനെ കറക്കണമെങ്കിൽ കയറിൽ എന്ത് പ്രൊവൈഡ് ചെയ്യണം? സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ടാവണം. സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്താലേ അത് കറങ്ങുള്ളൂ. പക്ഷെ ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ബോഡിക്ക് ഫീൽ ചെയ്യുന്നത് സെൻട്രിപിറ്റൽ ഫോഴ്സ് അല്ല. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ബോഡിക്ക് ഫീൽ ചെയ്യുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ബോഡിക്ക് ഫീൽ ചെയ്യുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ കറക്കാൻ നിലനിർത്തേണ്ടത് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്. കയറ് വലിഞ്ഞു നിൽക്കണം, കയറിൻ്റെ മേലുള്ള ടെൻഷൻ ഉണ്ടാവും. കയറ് വലിഞ്ഞു നിൽക്കുമ്പോൾ കയറിൻ്റെ മേലെ ടെൻഷൻ ഉണ്ടാവും. അത് സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യണം, എന്നാലേ കറക്കം തുടരുള്ളൂ. എപ്പോൾ ടെൻഷൻ പൊട്ടുന്നോ അല്ലെങ്കിൽ എപ്പോൾ ടെൻഷൻ ഇല്ലാണ്ടാവുന്നോ അപ്പോൾ സർക്കുലർ മോഷന് പുറത്തേക്ക് പോകും. അപ്പോഴാണ് കയറ് പൊട്ടി പുറത്തേക്ക് പോയി എന്നൊക്കെ നമ്മൾ പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ ടെൻഷൻ അവിടെ ഉണ്ടാവുമ്പോഴേ അതെന്ത് ചെയ്യുള്ളൂ? സർക്കുലേറ്റ് ചെയ്യുള്ളൂ. കാരണം ടെൻഷൻ ആവശ്യമായ സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. പക്ഷെ കറങ്ങുന്ന വസ്തുവിന് തോന്നുന്ന ഫോഴ്സിന്റെ പേരാണെന്ത്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പോൾ ആരെ മാത്രം സംബന്ധിക്കുന്ന കാര്യമാണ്? അകത്തുള്ള ഒരാളെ മാത്രം സംബന്ധിക്കുന്ന കാര്യമാണ്. നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ കുറിച്ച് ആലോചിക്കുകയേ വേണ്ട. നമ്മളുമായിട്ടൊരു ബന്ധമില്ലാത്ത ഫോഴ്സാണ്. അത് ആരെ മാത്രം ബന്ധപ്പെടുന്ന ഫോഴ്സാണ്? അതെ, അതിൻ്റെ ഉള്ളിൽ, ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ, ആ കറങ്ങുന്ന സാധനം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വലിയ പാത്രം കറങ്ങുക വിചാരിക്കുക. ആ പാത്രത്തിനുള്ളിൽ ഒരു ഉറുമ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പാത്രത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു ജീവി ഉണ്ടെങ്കിൽ അതിന് ഫീൽ ചെയ്യണതാണ് സെൻട്രിഫ്യൂഗൽ. കറക്കുന്ന നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. കാര്യം
അതിൻ്റെ പുറത്താണുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ കറങ്ങുന്ന ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന ഫോഴ്സാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അത് അയാൾ മാത്രമേ കൺസിഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ പഠിക്കുമ്പോൾ. നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിപ്പോൾ നമ്മൾ എടുക്കേണ്ട കാര്യം. ഇനി നമ്മൾ പഠിച്ചതും അയാൾ പഠിച്ചതും തമ്മിൽ ബന്ധപ്പെടുത്തണമെങ്കിൽ നമ്മളത് കൺസിഡർ ചെയ്യണം. ഓക്കെ, നമ്മൾ പഠിക്കുമ്പോൾ സെൻട്രിഫ്യൂഗലിനെ കുറിച്ച് ആലോചിക്കേണ്ട, സെൻട്രിപ്പിറ്റൽ ആലോചിച്ചാൽ മതി. ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെയും സെൻട്രിപ്പിറ്റൽ ഫോഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡൊക്കെ എക്സാക്ട്ലി സെയിം ആയിരിക്കും. mv²/r mr⍵² സെയിം ആയിരിക്കും. ഇതൊരു ആക്ഷൻ റിയാക്ഷൻ പെയർ എന്നുള്ള രീതിയിലല്ല കേട്ടോ. ഒന്ന് പുറമേ നിന്ന് ഒരാൾക്ക് ഈ സ്ട്രക്ചറിൽ വേണമെന്ന് നിർബന്ധം പറയുന്ന ഫോഴ്സാണ്, മറ്റത് അതിനുള്ളിലത്തെ ഒരാൾക്ക് ഫീൽ ചെയ്യുന്ന ഫോഴ്സാണ്. അതിൻ്റെ മോഡുലസ് സെയിം ആണ്. ഇതൊരു നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ ഉണ്ടാവുന്ന ഫോഴ്സാണ്. അതുകൊണ്ടാണ് അതിനെ സ്യൂഡോ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. സ്യൂഡോ ഫോഴ്സാണ്. ആ ഫോഴ്സ് ഉള്ളതായിട്ട് പുറമേ നിന്നുള്ള ഒരാൾക്ക് മനസ്സിലാവില്ല. ആ ഫോഴ്സ് അകത്തുള്ള ഒരാൾക്ക് മാത്രം തോന്നുന്ന ഒരു ഫോഴ്സാണ്. ഓക്കെ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ദാറ്റ്സ് ഇറ്റ്. ഇപ്പം നമ്മുടെ സർക്കുലർ മോഷൻ അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ മോഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. മിടുക്കരായിട്ട് കുറച്ച് പ്രീവിയസ് ഇയേഴ്സ് ബോർഡ് എക്സാംസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്യണം. ഉഷാറാകണം. അതാണ് ബേസിക് തിയറി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.